ഹായ് ഫ്രണ്ട്സ്, വാമീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സമൂസ ഷീറ്റ് വെച്ചിട്ട് ക്രിസ്പി ആയിട്ടുള്ള ഒരു പപ്സാണ്, എഗ് പപ്സാണ് ഉണ്ടാക്കി നോക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റിയ ഹെൽത്തി ആയിട്ടുള്ള എഗ് പപ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എങ്കിൽ വായോ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 മീഡിയം സൈസ് സവാള, 1 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പില അരിഞ്ഞത്. ആദ്യം നമുക്ക് ചട്ടി ചൂടാക്കി എടുക്കാം. അതുപോലെ മുട്ട നമ്മൾ വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് വേറെയാണ് കേട്ടോ. നമ്മൾ ചേർക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ മസാലയുടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായി വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് സൂപ്പർനോവയുടെ മസാലപ്പൊടികളാണ്. ഇത് നല്ല മസാലപ്പൊടികളാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി പൗഡർ, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിച്ചപ്പും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൺസിസ്റ്റൻസി നമുക്കൊന്ന് കറക്റ്റിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആ വെള്ളമൊന്ന് വറ്റിച്ച് നന്നായിട്ട് ടൈറ്റാക്കി എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ടെക്സ്ചർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മുട്ടയിൽ കുറച്ച് കുരുമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദ ബാറ്ററും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ സമൂസ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് മാവ് തേച്ച് കൊടുക്കാം. അതിനുശേഷം ക്ലോസ് ചെയ്തിട്ട് ഒരു ഷീറ്റ് കൂടി വെച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തണുത്തിൽ വെച്ചിരിക്കുന്ന ആ മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ഈ മുട്ട കൂടി വെച്ച് കൊടുക്കുക. നമ്മൾ കുരുമുളക് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ മുട്ട കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് കുരുമുളക് കൂടെ ചേർത്ത് കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ദെൻ ഈ ഷീറ്റിൻ്റെ 4 സൈഡിൽ നമുക്ക് ഈ മാവൊന്ന് തേച്ച് കൊടുക്കാം. മോളും ഉണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കുഞ്ഞിക്കൈ കാണുന്നത് എൻ്റെ മോളുടെയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ സമൂസ ഷീറ്റിൽ ഏറ്റവും അടിയിൽ വന്നിരിക്കുന്ന ഷീറ്റാണ് നമ്മൾ ആദ്യം മടക്കേണ്ടത്. ഒരു സൈഡ് മടക്കി നന്നായിട്ട് 3 സൈഡും പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോരോ സൈഡായിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഓക്കെ, ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. അതവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. പിന്നെ നമുക്കത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പൊട്ടുകയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ 5 എണ്ണം, ബാക്കിയുള്ള 5 എണ്ണം നമ്മളിതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്നുണ്ട്. ഇത് ചൂടായെന്നോ അറിയാം. നമുക്ക് ചെറിയൊരു പീസൊന്ന് ഷീറ്റിൻ്റെ ചെറിയൊരു ഭാഗം ഇട്ട് നോക്കാം. ജസ്റ്റ് ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പീസായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് മതിയാവും.
തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ മുരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ. നമ്മളിത് ഓവർ ആവാനും പാടില്ല തീയെ, അതുപോലെ വല്ലാതെ കുറഞ്ഞിരിക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ്സ് മതിയാവും നമുക്കിത് ആക്കിയെടുക്കാനായിട്ട്. ഇതൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കാം. ടേസ്റ്റ് ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.